ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചതിന് ശേഷം മീനു ഓഫീസിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മീനുവിനെയും കാത്ത് അനു മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അനുമോളെ കാണുമ്പോൾ മീനു അവളുടെ അടുത്തേക്ക് ചെല്ലും. നീ എന്താ അനുമോളെ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ എന്ന് ചോദിക്കുക. മീനു ചേച്ചി എനിക്കൊരു സഹായം ചെയ്തു തരണം ചേച്ചി, എല്ലാവരെ കൊണ്ടും ഒരു കാര്യം സമ്മതിപ്പിക്കണം. എന്ത് കാര്യം? നീ എന്ത് കാര്യത്തെപ്പറ്റി പറയുന്നത്? അത് പിന്നെ ചേച്ചി, ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുക, ഇവിടെ ആകെ എനിക്ക് ആശ്വാസം ദേവിയടുത്ത് മീനു ചേച്ചിയാ. ബാക്കിയുള്ളവരെല്ലാം എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അച്ഛനും അമ്മയും പോലും എന്നെ അത്രയേറെ വെറുത്തുപോയി. ഏട്ടന്മാർക്കും അതെ. എനിക്കിവിടെ പറ്റുന്നില്ല ചേച്ചി, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം, കോളേജ് ഹോസ്റ്റലിൽ. ചേച്ചി ഒന്ന് സമ്മതിപ്പിക്കുമോ എല്ലാവരെയും കൊണ്ടും എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മീനുവിന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. നീ എന്തൊക്കെയാണ് അനുമോളെ ഈ പറയുന്നത്? നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അതിൽ നിന്ന് ഒളിച്ചോടുകയാണോ വേണ്ടത്? എല്ലാവരുടെയും വെറുപ്പ് ഏറ്റി ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ഈ വീട്ടിലുള്ളവരൊക്കെ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്. ഇപ്പം അവരുടെയൊക്കെ മുഖത്ത് ഞാൻ കാണുന്നത് എന്നോടുള്ള വെറുപ്പും വിദ്വേഷവും മാത്രമാണ്. എത്ര നാളാണ് ഞാനിതൊക്കെ സഹിച്ച് ജീവിക്കുക? എനിക്ക് കഴിയില്ല ചേച്ചി, എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറയാം. മോളെ, ഇപ്പം നീ വിഷമത്തിൽ എടുക്കുന്ന ഈ തീരുമാനം പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിതിരിക്കൂ. നീ ഇപ്പോൾ ഉണ്ടായ ഈ അകൽച്ചയിൽ മാറിയും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെയൊക്കെ മനസ്സിൽ നിന്നോടുണ്ടായ അകൽച്ച കൂടത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, അവർക്കൊക്കെ നീ കുറച്ച് സാവകാശം കൊടുക്കുക. ഇപ്പം എല്ലാവരുടെ മനസ്സിൽ ഒരു കടലിരുമ്പുക, അതൊന്ന് ശാന്തമാകട്ടെ. അപ്പം നിന്നെയും അവർക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നിന്റെ ഭാഗത്തെ നിരപരാധിത്വം മനസ്സിലാക്കുകയും ചെയ്യും, നിന്നെ പഴയ പോലെ സ്നേഹിക്കുകയും ചെയ്യും. അതുവരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് എന്നേക്കുമായിട്ട് നിന്റെ കുടുംബം നഷ്ടപ്പെടും. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം മീനു പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഹനുമോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മീനു അവിടെ നിന്ന് അങ്ങോട്ട് പോവാം അനുവിനെ സമാധാനിപ്പിച്ചിട്ട്. അപ്പോൾ അനു അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആകാശ് ഫോണും നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആകാശിനെ കാണുന്ന അനു വളരെ പ്രതീക്ഷയോടെ ആകാശിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഏട്ടാ എന്നും വിളിച്ച്. അത് കേൾക്കുന്ന ആകാശിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. നിനക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ എങ്ങനെ തോന്നേടി? അത്രയും വലിയൊരു പാപം ചെയ്തിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ നിനക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്നു? എനിക്ക് നിന്നെ ഇനി കാണണ്ട, ഞാൻ നടക്കുന്നതിന് മുന്നിൽ കയറി വന്നേക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ആകാശ് അവിടുന്ന് പോകുക. അത് കാണുമ്പം നമ്മുടെ അനുവിന് ഒരുപാട് സങ്കടം വരികയാണ്. അവൾ വീണ്ടും എങ്ങനെയെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം, മീനു ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരുടെയും അവഗണന ഏറ്റുവാങ്ങി ഈ വീട്ടിൽ കഴിയാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു തീരുമാനത്തിൽ അനു എത്തിച്ചേരുകയാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ദേവി മീനു കൂടി ഇല്ലാത്തത് കൊണ്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആനന്ദിന്റെ പെരുമാറ്റം ദേവിയെ അത്രയേറെ തകർക്കുന്നുണ്ട്. ഈ സമയത്താണ് ആനന്ദ് ഒരുങ്ങി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. ദേവിയെ യാതൊരുവിധ പരിഗണനയും നൽകാതെ മൈൻഡ് പോലും ചെയ്യാതെയാണ് കേട്ടോ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ദേവി വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ട ഓഫീസിൽ പോകുവാണോ, എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനൊന്നും മറുപടി പറയാതെ പൂർണ്ണമായിട്ടും ദേവിയെ അവഗണിച്ചുകിട്ട് ആനന്ദ് ഇറങ്ങി പോവാം. അത് കാണുന്ന ദേവിക്ക് ഒരുപാട് സങ്കടം തോന്നുക. ആനന്ദേട്ടൻ എന്താ, എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലേ? എന്നെ ഇത്രയധികം വെറുത്തു പോയോ? കുഞ്ഞിനു വേണ്ടി മാത്രമായിരുന്നോ എന്നെ തിരിച്ചു വിളിച്ചത്? ആ മനസ്സിൽ എനിക്കിപ്പോൾ ഒരു സ്ഥാനവും ഇല്ലേ എന്നൊക്കെ ഓർത്ത് ദേവിക്ക് ഒരുപാട് സങ്കടം തോന്നുവാണേ. ഇതേസമയം ആനന്ദ് വളരെ കുറ്റബോധത്തോടു കൂടിയാണ് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഗോമതിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ ആനന്ദിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തലേനാൾ മദ്യപിച്ച് കയറി വരികയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് ഗോമതിയോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഗോമതി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ആനന്ദിനെ കാണുന്ന ഗോമതി മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുമ്പം അമ്മേ എന്നും പറഞ്ഞ് പിന്നാലെ വിളിക്കും. ഓ, അമ്മയാണെന്നൊക്കെ നിനക്ക് ബോധ്യമുണ്ടോ? നീ അമ്മയെന്നല്ലല്ലോ എന്നെ ഇന്നലെ വിളിച്ചത്, നിങ്ങളെന്നല്ലേ? ഇനി അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. പിന്നെ നീ എന്ത് വേണേലും ചെയ്തോ, കുടിച്ചിട്ട് വരുമോ, 4 കാലി വരുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇനി ഒരു പരാതിയും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഒരു തെറ്റു പറ്റിപ്പോയി. എൻ്റെ വിഷമം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിച്ചത്. ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. അമ്മയ്ക്ക് വാക്ക് തരിക. അമ്മയോട് ദേഷ്യപ്പെട്ടതും എന്താണെന്നറിയില്ല, എൻ്റെ അപ്പത്തെ മാനസികാവസ്ഥയ്ക്ക് ദേഷ്യപ്പെട്ടു പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ലമ്മേ. അമ്മയുടെ ഈ മകൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ ഇപ്പം നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ആനന്ദ് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കാണുമ്പം നമ്മുടെ ഗോമതിക്ക് ഒരുപാട് സങ്കടം തോന്നുക. സാരമില്ല, നിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആനന്ദേ, നീ സങ്കടപ്പെടണ്ട. പക്ഷേ
ദേവിമോളോട് നീ ദേഷ്യം കാണിക്കരുത്, ഈ വീട്ടിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെട്ടാലും അവളെ നീ വേദനിപ്പിക്കരുത്, അവളുടെ മനസ്സ് മാത്രമല്ല ശരീരവും അത്രയേറെ ദുർബലമാണ്, നിന്റെ ഓരോ വാക്കുകളും ആ കുട്ടിയെ ഒരുപാട് തകർക്കും, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ദേവിയെ പറ്റി ഗോമതി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അമ്മ ഞാനെന്ന് ഇറങ്ങുക എന്നും പറഞ്ഞ് ആനന്ദ് പോവാണ് കേട്ടോ. ആനന്ദിൻ്റെ ഈ പോക്ക് നോക്കി നിൽക്കുന്ന ഗോമതിക്ക് ആകെ സങ്കടം വരിക, ദേവിയോടുള്ള ഈ പെരുമാറ്റം എങ്ങനെ മാറ്റിയെടുക്കും എന്നറിയാതെ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേസമയം സുകന്യ രാജശ്രീയെ കാണാനായിട്ട് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക. അപ്പോൾ കൃഷ്ണമംഗലത്ത് ചെന്ന് ദേവമംഗലത്തെ ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അലോകും നമ്മുടെ അനുശ്രീയും തമ്മിലുള്ള ബന്ധം അവിടെ എല്ലാവരും അറിഞ്ഞതും അനുശ്രീയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതും എല്ലാം അറിഞ്ഞു കഴിയുന്ന രാജശ്രീ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അതുമാത്രമല്ല അവിടെ അന്ന് അരങ്ങേറിയ കാര്യങ്ങളെല്ലാം അറിയിക്കുക. ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതാണ് കേട്ടോ രാജശ്രീ നിൽക്കുന്നത്. എന്നിട്ട് സുകന്യോട് ചോദിക്കും, ഇനി അനു അവൾ നമ്മുടെ വഴിയെ വരില്ലേ സുകന്യെ, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക? അവക്കിപ്പം കൃഷ്ണമംഗലത്തുള്ള എല്ലാവരോടും ദേഷ്യമായിട്ടുണ്ടാവും, അലോകിനോടും വെറുപ്പായിട്ടുണ്ടാവും. അലോകിനോട് അവക്കിപ്പോൾ വെറുപ്പാ, അവനെ ഇനി ഒരിക്കലും അവൾ സ്നേഹിക്കുമെന്നും തോന്നുന്നില്ല. ഇനിയിപ്പം എന്താ ചെയ്യുക? അവൾ എങ്ങനെയെങ്കിലും ഈ കൃഷ്ണമംഗലത്ത് വരണം, എങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പം തന്നെ ദേവമംഗലത്തുള്ള എല്ലാവരും തകർന്നിരിക്കുക, അവരത്രയേറെ ആഗ്രഹിച്ചിരുന്ന കുഞ്ഞിനെ പോലും അവർക്ക് നഷ്ടപ്പെട്ടില്ലേ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവരുടെ പ്രിയപ്പെട്ട മകള് ഈ കൃഷ്ണമംഗലത്തേക്ക് ഇറക്കി വരികയും കൂടി ചെയ്ത പൂർണ്ണമായിട്ടും ഗോമതിയുടെയും ആ ബാലന്റെയും നാശം അവിടെ സമ്പൂർണ്ണമാകും എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ പറയും, ചേച്ചി അതിനൊക്കെ സാവകാശം വേണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തു പറഞ്ഞാലും അതൊന്നും അവളുടെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തണം അവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും വിധത്തിൽ ട്രാപ്പ് ചെയ്ത് അലോകിനെ കല്യാണം കഴിക്കാതെ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ഇനി അനുശ്രീ അലോകുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് സുകന്യ തീർത്തു പറയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരാളൂടെ ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ഇന്ദ്രാമ. സുകന്യയും രാജശ്രീയും തമ്മിലുള്ള ഈ വർത്താനമൊക്കെ കേട്ട് നമ്മുടെ ഇന്ദ്രാമയ്ക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുക. ഇത്രയേറെ സർപ്പമായിരുന്നു സുകന്യ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഇന്ദ്രാമയ്ക്ക് ഉണ്ടാവുകയാണ്. ദേവമംഗലത്തുള്ള എല്ലാ കാര്യങ്ങളും രാജശ്രീയെ അറിയിക്കുന്നതും ദേവമംഗലത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ സുകന്യാണെന്ന് അറിയുന്ന ഇന്ദ്രാമയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തൻ്റെ മകൻ ധർമ്മൻ്റെ ജീവിതം മാത്രമല്ല ദേവമംഗലത്തുള്ള ഓരോരുത്തരുടെയും ജീവന് ഭീഷണിയാണ് സുകന്യ അവിടെ ഉള്ളതെന്ന് തിരിച്ചറിയുന്ന ഇന്ദ്രാമ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.